മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPM-ൽ പൊട്ടിത്തെറി. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമാകുന്നു. അതിനിടെ ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. ആര്യക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ കൗൺസിലർ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി. പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ പ്രവർത്തന ശൈലികൾ മാത്രമാണ് ഇതിന് കാരണമെന്നാണ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഗായത്രി ബാബുവിന്റെ അഭിപ്രായം പാർട്ടി തള്ളി ആര്യയെ പൂർണ്ണമായും പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയത്. ആര്യക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി പരിശോധിക്കുമെന്ന് വി ശിവൻകുട്ടി. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, അത് പാർട്ടിയുടെ അഭിപ്രായമല്ല. മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ ആഘാതത്തിൽ നടത്തിയിട്ടുള്ളത്. തോൽവിക്കും വിമർശനങ്ങൾക്കും പിന്നാലെ ഒരു ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സപ്പ് സ്റ്റാറ്റസുമായാണ് ആര്യ രാജേന്ദ്രൻ എത്തിയത്. ആര്യ രാജേന്ദ്രനോ ഗായത്രി ബാബുവോ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. മേയറും ഗായത്രി ബാബുവുമായി ഏറെ നാളായി സ്വരച്ചേർച്ചയിലല്ല. 2020-ൽ മേയർ സ്ഥാനത്തേക്ക് ഗായത്രിയുടെ പേര് പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് തഴയപ്പെടുകയായിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.